ഹലോ ഗായ്സ്, ഞാനും കേശും കൂടെ അമ്പലപ്പുഴ അമ്പലം വരെ പോവുകയാണ്. ബസ് അത് കുറേ നേരം നിന്നെങ്കിലും ബസ്സൊന്നും കിട്ടിയില്ല. അല്ലെങ്കിലും അങ്ങനെ തന്നെ എങ്ങോട്ടേക്കാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് അങ്ങോട്ടേക്കുള്ള ബസ്സൊന്നും ഉടനെ ഒന്നും വരില്ല. ലാസ്റ്റ് റിട്ടേൺ ഓട്ടോ കിട്ടി. അങ്ങനെ ഞങ്ങൾ അമ്പലപ്പുഴ അമ്പലത്തിലെത്തി. വരും വരെ നല്ല ടെൻഷനായിരുന്നു. കാരണം ഒരുങ്ങി വന്നപ്പോൾ ഉച്ചയായി. നട അടയ്ക്കുമോ എന്നറിയില്ലല്ലോ. ആ നോക്കാം എന്ന് പറഞ്ഞാൽ വന്നത്. എന്തായാലും ദൈവാധീനത്തിന് നിറയെ ആളുണ്ടായിരുന്നു. അപ്പം നട അടച്ചിട്ടില്ല. അങ്ങനെ രണ്ട് പരിചയക്കാരെ കണ്ട് അവരോട് കുശലവും പറഞ്ഞ് ഞാനും കേശുവും കൂടെ നടപ്പായി. അപ്പോഴാണ് നമ്മുടെ സ്വന്തം കാളക്കുട്ടനെ കണ്ടത്. ഇവനെ എപ്പോൾ കണ്ടാലും എനിക്ക് അത്ഭുതം. ഇവൻ്റെ മുഖത്ത് എന്തൊരു ശാന്തി സമാധാനമാണെന്നറിയോ. ഇവനെ ആരെങ്കിലും തൊട്ടാലും ഇവനങ്ങനെ വലുതായിട്ട് അലമ്പൊന്നും ഉണ്ടാക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കേശുവിനാണെങ്കിൽ അവനെ തൊടണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പേടിയായിരുന്നു. അതൊന്നും ഞാൻ സമ്മതിച്ചില്ല. പിന്നെ എപ്പോഴും തിരക്കെ, ഇരിക്കാൻ സ്ഥലവേ കിട്ടാറില്ല. പിന്നെ രണ്ട് പ്രാവ് അരി തിന്നുന്നുണ്ട് നടക്കുന്നേരെ. പിന്നെ ചുറ്റും നിറയെ ആളായിരുന്നു. കൂടുതൽ പേരും ചോറ് കൊടുക്കാൻ വന്നവരായിരുന്നു. ഞായറാഴ്ചയല്ലേ, അതിൻ്റെ ആവാം എന്ന് ഞാനും ഓർത്തു. പിന്നെ കുളത്തിൻ്റെ ഭംഗിയൊക്കെ കണ്ട് ഗുരുവായൂർ അമ്പലം നട സങ്കല്പിച്ച് ഞാൻ തൊഴുതു. പിന്നെ അങ്ങ് നടക്കാൻ തുടങ്ങി. നടന്ന് എന്നപ്പോൾ എല്ലായിടവും നിറച്ച ആളാണ്. ഈ ക്യൂ എന്തിൻ്റെയാണെന്നറിയാവോ? അമ്പലപ്പുഴ പാൽപ്പായസത്തിനായിട്ടുള്ള തിരക്കാണ്. അതിൻ്റെ ടേസ്റ്റ് ഓർത്തായിരിക്കും. പിന്നെ കുന്നിക്കുരു വാങ്ങിച്ച് ഞാൻ ഗുരുവായൂർ അമ്പല നടയിൽ വെച്ച് ഒരു മുഴം പൂ വാങ്ങിച്ച് നേരെ കുളനടയിലോട്ട് പോയി. അവിടെ പോയി കുറച്ച് നേരം ഇരുന്നു. ഇവിടെ ഇരിക്കുമ്പോൾ എന്തോ ഒരു സമാധാനമാണ്. ടെൻഷനൊക്കെ അങ്ങ് മറന്നുപോകും. എന്താണെന്നറിയില്ല. ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസ്. പിന്നെ കേശുവിന് മണിക്കണ്ണറൊക്കെ കാണിച്ചു കൊടുത്ത് പിന്നെ അവിടെ വെയിറ്റിംഗ് ആയി. എന്താണെന്നല്ലേ, നേദ്യത്തിന് കട അടച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ പ്രസാദത്തിനായിട്ടുള്ള വെയിറ്റിംഗ് ആണിത്. എന്നെപ്പോലെ തന്നെ കുറേ പേരുണ്ട്. ഇവരൊക്കെ ദൂരത്തുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. എല്ലാവരുടെയും മുഖത്തൊരു പരിചയക്കുറവ് കാണുന്നുണ്ട്. എന്തായാലും ഞങ്ങളെല്ലാവരും അവരുടെ കൂടെ വെയിറ്റിംഗ് ആയി. കുറേ നേരം നിന്നിട്ടും ഒന്നും കണ്ടില്ല. പിന്നെ എല്ലായിടവും കേശുവിന് പരിചയപ്പെടുത്തി കൊടുത്തു ഓരോരോ സ്ഥലങ്ങളും. ഇത് പിന്നെ മിഴാവിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ കേശുവിന് ഇതിൻ്റെ ചുറ്റും ഒരു 3 പ്രാവശ്യം ഇങ്ങനെ വലത്ത് വെച്ചില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അവന് കൂട്ടായിട്ട് 2 കുട്ടിപ്പട്ടാളങ്ങളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് പ്രസാദം കിട്ടി. അതിന് തൃക്കൈ വെണ്ണയും പഴവും കഴിച്ച് ഞാനും കേശുവും ഒന്നുകൂടെ ഒന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. ടാറ്റാ, ബൈ ബൈ, സീ യു.